ഹായ് ഗൈസ്, അയച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, വളരെ അധികം തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും ആ ഒരു അപ്ഡേറ്റോ ഒന്നും തരാണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ റോത്തങ് ടണലിൽ ഒരു 360 ഡിഗ്രി വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടേക്കാം. ആ വീഡിയോ നിങ്ങളെല്ലാവരും ഇനി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുൾ, അതായത് കംപ്ലീറ്റ് ഫുൾ HD കാണുക. അതിനുശേഷം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സൈഡിലേക്കാണ് നിങ്ങളുടെ ഫോൺ തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ആ വീഡിയോൻ്റെ പ്രത്യേകത കേട്ടോ. കാണാത്തവരൊന്ന് കയറി കണ്ടു വെക്കുക കേട്ടോ. അപ്പം പിന്നെ വേറെ കേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു 2008 മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രാവലർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ട്രാവലർ എടുക്കാനായിട്ട് അന്നത്തെ കാലത്ത് നമുക്ക് ജോലിയുടെ ശമ്പളം പോരായിരുന്നു. അതേമാതിരി ഫിനാൻസ് കയ്യിൽ 5 പൈസ ഇല്ലാത്ത കാലഘട്ടമാണ് ഈ 2008 എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ജോലിയൊക്കെ എടുത്ത് പ്രൊമോഷനൊക്കെ കിട്ടി പൈസയൊക്കെ ആയി കഴിഞ്ഞ് ഒരുവിധം സെറ്റിലായി എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഈ ട്രാവലർ എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഈ ട്രാവലർ നമ്മൾ സെപ്റ്റംബറിലാണ് എടുത്തത്. ഇത് പേര് മാറ്റി കിട്ടാൻ തന്നെയായിട്ട് ജാനുവരി 7-ാം തീയതി എങ്ങാണ്ടാണ് എനിക്ക് പേര് മാറ്റി എൻ്റെ കയ്യിലേക്ക് ഇട്ടത്. എൻ്റെ RC ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സോ അത് ഒരു ടെൻഷൻ, അതിൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ കുറേ പേർക്ക്, അതായത് ഒരു പറയാൻ തന്നെ 2 പേരുടെ അടുത്തെങ്കിലും നമ്മളിത് പേര് മാറ്റാനായിട്ട് ഏജൻറ്റിൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. കാശ് മേടിച്ചല്ലാതെ അവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഈ വണ്ടി മേടിച്ചത് നമ്മൾ കോഴിക്കോട് നിന്നാണ്. നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് ഈ വണ്ടി മേടിച്ചത്. ഈ വണ്ടി മേടിച്ചതിന് ശേഷം ഇത് കൈമാറ്റം നമ്മൾ ലഡാക്കിലേക്ക് പോയി. നമ്മൾ പേര് ചേഞ്ച് ചെയ്യാണ്ടാണ് ലഡാക്കിലേക്ക് പോയത്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ സമ്മതിച്ചത് കേട്ടോ. ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ലഡാക്കിൽ പോയി കറങ്ങി വരാനായിട്ട്. അപ്പോൾ അവർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം വാവ്, നമുക്കൊരു ഗുഡ് ന്യൂസ് ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ചേച്ചി, ഒരു മിനിറ്റ് ഇപ്പോൾ തുറക്കാം. അപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നേ. നമ്മുടെ പോസ്റ്റ് മാൻ ചേച്ചി വന്നേക്കാണ്. എനിക്കുള്ളതാണ് ചേച്ചി. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതായത് നമ്മുടെ RC ബുക്കിൻ്റെ കോപ്പി വന്നേക്കണാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാം പോസിറ്റീവാണ്. ഒപ്പിട്ടാണല്ലേ. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഇത് കണ്ട, ഈ സംഭവം നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അതായത് വൈറ്റ് നമ്പർ പ്ലേറ്റ് പ്രൈവറ്റ് ആക്കാനുണ്ട്. അതാണ് സംഭവം. പിന്നെ ഈ വീഡിയോസ് അതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ നാളായി അത് വീഡിയോസ് ഇടാൻ തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, നമ്മൾ ആ ട്രാവലർ മേടിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വൈഫ് ക്യാരിങ് ആണ്, പ്രഗ്നൻ്റ് ആണ്. നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടി തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി മാറ്റുന്നത്, പുതിയൊരു വലിയ വണ്ടി മേടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് വണ്ടി മേടിക്കുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു 20 സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇനി ഭാവിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ബാക്കിലെ PC ഞാൻ ഇവിടെ നിന്ന് മിക്കവരുടെ മാറ്റേണ്ടി വരും. കാരണം കൊച്ചും അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ, എൻ്റെ വൈഫും കൊച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ മുറി കൈയടക്കും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാവിയിലെ കണ്ടന്റ് ഇത് ഇത്രയും കൂടെ കളർഫുള്ളായിരിക്കും. നമ്മൾ ഇതിനു വേണ്ടി തന്നെ പുതിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ട്രാവലറിലാണെന്നുണ്ടെങ്കിലും കുറേ അധികം പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കൂടെ ഒരു കാർ സ്റ്റീരിയോ നമ്മൾ മേടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ TV ഒന്ന് ബഫപ്പ് ചെയ്തെടുത്തു. നമ്മുടെ അനാവശ്യമായിട്ടിരുന്ന വെച്ചാൽ നമ്മുടെ റിലയൻസ് സെറ്റപ്പ് ബോക്സ് നമ്മളെടുത്ത് നമ്മുടെ ട്രാവലറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ ഈ അന്വേഷിച്ചവർക്കൊക്കെ വേണ്ടി ഒരു മറുപടിയാണ്. എനിക്ക് ഹെൽത്ത് വൈസ് യാതൊരു പ്രശ്നമില്ല. കോവിഡൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. ഇതുവരെ വീഡിയോ ഇടാണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാത്തതുകൊണ്ടാണ്. 34 ദിവസം കഴിഞ്ഞ് നമ്മൾ ട്രിപ്പും കഴിഞ്ഞ് ഓഫീസിൽ വന്നപ്പോഴത്തേക്കും ഒരു കുന്നാരം പണി ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് തീർത്തപ്പോഴത്തേക്കും ഒരു 2 മാസം അങ്ങ് മാറി. അപ്പോഴത്തേക്കാണ് നമ്മുടെ കൊച്ചുമോള് ജനിക്കുന്നത്. ഡിസംബർ 26-ാം തീയതി കൊച്ചുമോള് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന് ഇതെല്ലാം കാര്യങ്ങൾ 26 കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കംപ്ലീറ്റ് ചെക്കപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റും കൂടെ ആയിരുന്നു. അതായത് പലപ്പോഴും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു അഡിക്ഷനായിട്ട് തോന്നുന്ന മാതിരി ഒരു ഫീലിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ ഇടാതെ ഇത്ര നാൾ ഇരിക്കാം എന്നുള്ള സെൽഫായിട്ട്, അതായത് എൻ്റെ സ്വന്തം കാര്യം, കുറേ പേര് പറയും മണ്ടത്തരമാണ്, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു സെൽഫ് കൺട്രോൾ വേണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിപ്രഷൻ വരാം, നമുക്ക് ആങ്സൈറ്റി വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ കൂടിയാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞധികം ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുൾ കണ്ടൻ്റായിട്ട് നമ്മുടെ
വണ്ടിയിൽ കുറച്ചധികം പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും അടുത്ത് വരെ ബൈ ബൈ.